സർക്കാരിനെതിരെ വളയഞ്ചിറങ്ങര സ്വദേശിയുടെ ഒറ്റയാൽ പ്രതിഷേധം. 1,30,000 രൂപയുടെ ലോട്ടറി ടിക്കറ്റുകൾ കൂട്ടിയിട്ട് കത്തിച്ചാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. വളയഞ്ചിറങ്ങര പുത്തൂരംകവല സ്വദേശി ജോർജ് എം ജെ ലോട്ടറി വിൽപ്പന നടത്തിയാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. പല ദിവസങ്ങളിലും ടിക്കറ്റുകൾ വിറ്റുപോകാതെ വരുന്ന സാഹചര്യമാണ്. വിറ്റുപോകാതെ ഒരു വർഷം സൂക്ഷിച്ചു വച്ചിരുന്ന ടിക്കറ്റുകളുടെ കണക്കാണ് 1,30,000. വെയിൽ കൊണ്ട് നടന്ന ടിക്കറ്റുകൾ വിറ്റുകഴിഞ്ഞാൽ കിട്ടുന്ന തുച്ഛമായ ലാഭം 2 ദിവസം ടിക്കറ്റുകൾ വിൽക്കാതിരുന്നാൽ തീരുമെന്ന് ജോർജ് പറഞ്ഞു. എൻ്റെ പേര് ജോർജ്. ഞാൻ ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട് 1 വർഷമായി. ഈ 1 വർഷത്തിൻ്റെ ഇടയ്ക്ക് ബാലൻസ് വന്ന ടിക്കറ്റാണിത്. കഴിഞ്ഞ ഓണം വരെ 48,000 രൂപയുടെ 8,500 രൂപയുടെ ടിക്കറ്റും, ഓണം കഴിഞ്ഞ ഡിസംബർ 31 വരെ 47,500 രൂപയുടെ ടിക്കറ്റും, ഇപ്പോൾ ജനുവരി തൊട്ട് മാർച്ച് ഏപ്രിൽ 30 വരെ 37,000 രൂപയുടെ ടിക്കറ്റും ബാലൻസ് വന്നു. എങ്ങനെ നമ്മൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ടിക്കറ്റ് ബാലൻസ് വരും എന്നാ വന്നേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ആകെ 6 ബുക്ക് എടുക്കണം, 150 ടിക്കറ്റ്. ചില ദിവസം അത് 5 ബുക്ക് ഞാൻ കുറച്ചെടുക്കാറുണ്ട്. 5 ബുക്കാക്കി 125 ബുക്ക് ടിക്കറ്റ് ഞാൻ എടുക്കാറുണ്ട്. എന്നാലും അത് ഈ 6 ബുക്ക് എടുക്കുന്ന ദിവസവും 5 ബുക്ക് എടുക്കുന്ന ദിവസവും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ടിക്കറ്റ് ബാലൻസ് വരും. അങ്ങനെ ബാലൻസ് വന്ന ടിക്കറ്റാണ് ഈ 1 വർഷം കൊണ്ട് 1,30,000 രൂപയുടെ. ഇത് പ്രൈസ് ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ ടിക്കറ്റ് വാങ്ങാത്തത്. ടിക്കറ്റ് വാങ്ങി നോക്കി ആദ്യമൊക്കെ 8ഉം 10ഉം ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നവർ ഇപ്പോൾ 1ഓ 2ഓ ടിക്കറ്റാണ് എടുക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പ്രൈസില്ല, ലോട്ടറിക്ക് പ്രൈസില്ല. ഈ 1 വർഷമായിട്ട് പ്രൈസുകൾ കണ്ടമാനം കുറവ് വരുത്തി. 5,000 രൂപയുടെ പ്രൈസ് 19 നമ്പറേ ഉള്ളൂ. ബാക്കി അതുപോലെ അനുവാദമായിട്ട് കുറച്ചിരിക്കുന്നു ലോട്ടറിയുടെ പ്രൈസ്. ആ പ്രൈസ് ഇല്ലായ്മയാണ് ഈ ടിക്കറ്റ് വിൽക്കാൻ പറ്റാതെ വരുന്നത്. അതുകൊണ്ടാണ് ബാക്കി വരുന്നത്. ഇവിടെ ഈ 2 ലക്ഷത്തോളം തൊഴിലാളികൾ ഈ ലോട്ടറി ടിക്കറ്റുമായിട്ട് ഇതിൽ ഈ റോട്ടിൽ കൂടെ കേരളത്തിൻ്റെ ഒട്ടുന്നങ്ങളും എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഈ 2 ലക്ഷം തൊഴിലാളികളുടെ അടുത്ത് നിങ്ങൾ ചാനലുകാർ പോയി അന്വേഷിച്ചാൽ അവർക്ക് ടിക്കറ്റുകൾ എങ്ങനെയാണേലും ആഴ്ചയിൽ 1ഉം 2ഉം ദിവസം ബാലൻസ് വന്നിട്ടുണ്ടാവും. അവർ വെയിൽ കൊണ്ട് വേർത്ത് നടന്ന് ഈ ടിക്കറ്റ് വിറ്റിട്ട് ആ ആഴ്ചയിൽ കിട്ടുന്ന കാശ് 2ഓ 3ഓ ദിവസം കൊണ്ടോ 1ഓ 2ഓ ദിവസം കൊണ്ടോ ബാലൻസ് വന്ന് ആ പൈസ നഷ്ടപ്പെടുകയാണ്. ഒരാൾക്കും ഇതിൽ നിന്ന് 1 രൂപ കിട്ടില്ലാത്ത അവസ്ഥയാണ് ഈ പ്രസ്ഥാനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിന് മാറ്റം വരുത്തണം. അതിൻ്റെ പ്രതിഷേധമായിട്ടാണ് ഇത് കത്തിക്കുന്നത്. വരുന്ന സർക്കാർ ഇതിനോട് വേണ്ട രീതിയിൽ ഇതിനകത്ത് തലപ്പത്തിരിക്കുന്നവരുണ്ടല്ലോ, CATൻ്റെ തൊഴിലാളികളാണ് ഈ ലോട്ടറിയുടെ തലപ്പത്തിരിക്കുന്നവർ. അവരാണ് ഇതിപ്പോൾ നിയന്ത്രിക്കുന്നത്. അവരുടെ നിയന്ത്രണമാണ് ഈ 1 കൊല്ലം കൊണ്ട്. 1 കൊല്ലം മുമ്പൊക്കെ പ്രൈസ് ഉണ്ടായിരുന്നു. 40 രൂപ ടിക്കറ്റ് വില ഉണ്ടായിരുന്ന സമയത്ത് പ്രൈസുകളുണ്ടായിരുന്നു. അത് ഈ ലോട്ടറി എടുക്കുന്ന ഏജൻറ്റുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ഞാൻ പറയുന്നത് എൻ്റേതായ ബുദ്ധിമുട്ടും ഞാൻ മറ്റുള്ളവരുടെ കാര്യവും കൂടിയാണ് ഞാൻ പറഞ്ഞത്. പുത്തൂരാൻകവലയിൽ പിണറായി വിജയന്റെ ഫോട്ടോയ്ക്ക് താഴെ ലോട്ടറി ടിക്കറ്റുകൾ കൂട്ടിയിട്ട് കത്തിച്ചായിരുന്നു പ്രതിഷേധം. പ്രൈസുകളുടെ എണ്ണം കുറവായതിനാലാണ് ലോട്ടറി ടിക്കറ്റുകൾ വിറ്റുപോകാത്തതെന്നും ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണെന്നും ജോർജ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.